ഗ്രാമങ്ങളിൽ, ഗ്രാമാന്തരങ്ങളിൽ ഡിസ്പെൻസറികൾ തുറന്ന് ഈ ജനത്തിന്റെ ആരോഗ്യത്തിന് കാവല് നിന്നത് നമ്മുടെ കന്യാസ്ത്രീകളാണ്, നമ്മുടെ വൈദികരാണ്, നമ്മുടെ മിഷണറിമാരാണ്. അതുപോലെ കാരുണ്യ ഭവനങ്ങളിലൂടെ ഈ നിരത്തുകളിലൂടെ ആരും ഇറങ്ങി അലഞ്ഞു നടക്കാനിടയാകരുതെന്നുള്ള ആഗ്രഹത്തോടെ അവരെയെല്ലാം ചേർത്ത് പിടിച്ച് അവർക്കെല്ലാം വലിയ പരിചരണം കൊടുത്തതും സഭയുടെ വലിയ പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് എന്താ, തെരുവ് കുട്ടികളില്ലാത്ത, ബാലവേലയില്ലാത്ത ഏക സംസ്ഥാനമായി കേരളം മാറി. നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമങ്ങളൊക്കെ നമ്മളെ വലിയ ഒരു ഇരുട്ടിന്റെ ഒരു മറവിൽ നിർത്താനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകളെ കുറിച്ചൊന്നും ഒരു വാക്ക് പോലും പറയാതെ നമ്മളെ വെറും വിദ്യാഭ്യാസ കച്ചവടക്കാരായി മാത്രം ചിത്രീകരിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് നമ്മുടെ അഭിമാനബോധത്തെ തകർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ വലിയ ആരാധ്യനായ മമ്മൂട്ടി എന്ന് പറയുന്ന താരമൂല്യമുള്ള നടൻ അഭിനയിച്ച ഒരു സിനിമയില്, അത് ഹോമോസെക്ഷുവാലിറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായി പോയത് എന്തുകൊണ്ടാണ്? അതിന്റെ പശ്ചാത്തലം ക്രൈസ്തവ ദേവാലയമായത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മളെ അപമാനിക്കാനൊന്നും ചെയ്തതല്ല. വേറെ ഏതെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അത് തിയേറ്റർ കാണത്തില്ല, അത്രയേ ഉള്ളൂ. നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ നന്മയും ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ തന്നെ ആക്രമിക്കുന്ന പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജാഗ്രത വേണം. നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണ്, നമ്മൾ ആരെയും ആക്രമിക്കാനോ ആരെയും ഉപദ്രവിക്കാനോ ഒന്നും പോവില്ല.